പ്രഭു ശ്രീരാമനും സീതാമാതാവും ലക്ഷ്മണനും വനവാസത്തിനായി കാട്ടിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ശ്രീരാമനെയും സീതാമാതാവിനെയും സംരക്ഷിക്കാൻ ലക്ഷ്മണൻ ഒരു ഉറക്കമില്ലാത്ത പോരാളിയായി മാറി. 14 വർഷം തുടർച്ചയായി ഉറങ്ങാതിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ ദൃഢനിശ്ചയം കണ്ടപ്പോൾ നിദ്രാദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ലക്ഷ്മണ, താങ്കളുടെ ഈ ദൗത്യം മഹത്തരമാണ്. പക്ഷേ ഉറക്കമില്ലാതെ ഒരാൾക്കും 14 വർഷം ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉറക്കം ഏറ്റെടുക്കാൻ മറ്റൊരാൾ തയ്യാറായാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ലക്ഷ്മണൻ ഒട്ടും ആലോചിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഊർമിളയെ കുറിച്ച് പറഞ്ഞു. ഊർമിളയെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കാരണം രാജ്യത്തെയും മാതാപിതാക്കളെയും നോക്കേണ്ട ചുമതല അവൾക്കായിരുന്നു. തന്റെ സേവനത്തിനുള്ള പ്രതിഫലമായി ഊർമിളയെ 14 വർഷം ഉറങ്ങാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം നിദ്രാദേവിയോട് അഭ്യർത്ഥിച്ചു. ലക്ഷ്മണന്റെ സ്നേഹവും ത്യാഗവും ഊർമിളയുടെ സമർപ്പണവും ദേവിയെ ആകർഷിച്ചു. അങ്ങനെ നിദ്രാദേവി ഊർമിളയ്ക്ക് 14 വർഷം ഉറക്കം നൽകി. ഈ ഉറക്കം ലക്ഷ്മണന് 14 വർഷം ഉണർന്നിരിക്കാനുള്ള ശക്തിയും നൽകി. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ വനവാസം കഴിഞ്ഞ് പ്രഭു ശ്രീരാമനും സീതാമാതാവും ലക്ഷ്മണനും തിരികെ വന്നു. അയോധ്യയിൽ അവർക്ക് ഗംഭീരമായ സ്വീകരണം ലഭിച്ചു. പ്രഭു ശ്രീരാമന്റെ രാജാഭിഷേക ചടങ്ങുകൾ നടക്കുകയായിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നപ്പോൾ വർഷങ്ങളായി ചിരിച്ചിട്ടില്ലാത്ത ലക്ഷ്മണൻ പെട്ടെന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്താണ് ഇത്ര സന്തോഷിക്കാൻ എല്ലാവരും ചോദിച്ചു. ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഉറക്കം ഊർമിള ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ജ്യേഷ്ഠനെ സേവിക്കാൻ കഴിഞ്ഞത്. ആ ഉറക്കം ഇപ്പോൾ അവളിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഞാനൊരു കോട്ടുവായി ഇട്ടാൽ അവൾ ഉടൻ ഉണരും. ലക്ഷ്മണന്റെ ആത്മാർത്ഥമായ ചിരിയും കോട്ടുവായും കേട്ട് ഊർമിള പെട്ടെന്ന് ഉണർന്നു. വർഷങ്ങൾക്കു ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി. പ്രഭു ശ്രീരാമനെ സേവിക്കാൻ ലക്ഷ്മണന്റെ ത്യാഗത്തെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചപ്പോൾ അതിനു പിന്നിൽ ഊർമിളയുടെ വലിയ ത്യാഗമുണ്ടായിരുന്നുവെന്ന് ആരും മറന്നില്ല. ഊർമിളയുടെ ഈ ത്യാഗമാണ് ലക്ഷ്മണനെ ഒരു പോരാളിയാക്കി മാറ്റിയത്. അവരുടെ പ്രണയം ഒരു സാധാരണ കഥയായിരുന്നില്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയായിരുന്നു. ഊർമിള ലക്ഷ്മണന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ ഊർമിള ലക്ഷ്മണൻ എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് സിയാറാം, ജയ് ശ്രീ ലക്ഷ്മൺ, ജയ് ശ്രീറാം.